ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണവും യഥാസമയം കൈമാറാതെ സംസ്ഥാനം. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചാലും 2 മാസം വരെ കൈമാറുന്നില്ല. ഇതോടെ ലൈഫ് പദ്ധതി വൻ പ്രതിസന്ധിയിലാണ്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, 2024 5 ലക്ഷം ഭവനങ്ങൾ 24 മാർച്ച് എന്നുള്ളതായിരുന്നു കൃത്യമായ ഒരു കണക്ക് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്തായാലും പക്ഷേ ഇത് മുന്നോട്ട് പോകാതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥ, ഇത്രയും വിപുലവും ജനകീയപ്രദവുമായ ഒരു പദ്ധതി വേറൊന്നുമില്ല എന്നുള്ള രീതിയിൽ കൊട്ടിഘോഷിച്ചായിരുന്നല്ലോ ലൈഫ് പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതവും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നില്ല, 2 മാസം വരെ പണം പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളത് ഈ ഒരു വാർത്തയോടെ പുറത്തു വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, ഇത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയാണ് പേര് മാറ്റി കേരളം ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രചാരണം നടത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ 50,000 രൂപ മാത്രമാണ്, 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിക്ക് ആകെ അനുവദിക്കുന്ന തുക. അതിൽ 50,000 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ബാക്കി തുക നൽകുന്നത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായി ഈ ലൈഫിനെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ ലൈഫ് പദ്ധതി ഏകദേശം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ പണം നൽകുന്നുണ്ട്. ആ പണം അനുവദിക്കുന്നതിൽ പോലും സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തുകയാണ്. കേന്ദ്ര സർക്കാർ പണം കൈമാറിയാലും അത് 2 മാസം വരെ വൈകിപ്പിച്ച ശേഷമാണ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനം കൈമാറുന്നത്. ആ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ജനം TV പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ രേഖകൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പണം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് വരുന്നു, പണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നു. അതിനുശേഷം നിലവിലുള്ള നോഡൽ ഓഫീസർമാർ അവർ ഇതിൽ കൃത്യമായി കത്ത് കൊടുക്കുന്നു. ഈ പണം അനുവദിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ കത്ത് പരിഗണിച്ചാലും ധനവകുപ്പ് ഈ പണം അനുവദിക്കുന്നത് പിന്നെയും 2 മാസം വരെ വൈകിയാണ്. 2 മാസം കഴിഞ്ഞ് പണം അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പണം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ നഗരസഭകളിലേക്കോ കൃത്യമായി എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ പിന്നെയും മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം പോലും കൃത്യമായി ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്ന വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം കൃത്യമായി നൽകാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ കേന്ദ്ര വിഹിതം കൂടി തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലൈഫ് പദ്ധതി തന്നെ ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ ഹഡ്കോയുമായി ബന്ധപ്പെട്ട വായ്പകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരത്തെ ലഭ്യമാക്കിയായിരുന്നു. അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലായതോടെയാണ് ഹഡ്കോ വഴി വായ്പ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ വായ്പയും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് പദ്ധതിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി പണം നൽകാൻ കഴിയുന്നില്ല. അതിലും ഒരു ഇടപെടൽ ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടെ ഇല്ലാതാകുന്നത് ഒരു വീടെന്ന സ്വപ്നവുമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ആയിരങ്ങൾക്കാണ് ഇത് തിരിച്ചടിയാകുന്നത്. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ പണം സംസ്ഥാനം നൽകുന്നില്ല. സംസ്ഥാന വിഹിതം നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു. ഇതിനൊപ്പമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നൽകേണ്ട പണം പോലും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതോടുകൂടി വീടെന്ന ഒരു ആഗ്രഹവുമായി ആളുകൾ നിരവധി പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുന്നതൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. കൃത്യമായി കേന്ദ്ര വിഹിതം പോലും ലൈഫ് പദ്ധതിക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിനിടെയാണ് ഏതായാലും ഗുരുതരമായ വീഴ്ചയും നിലനിൽക്കുന്നത്. ലക്ഷ്മി, പ്രധാനമന്ത്രി ആവാസ് യോജന പേരുമാറ്റി അവതരിപ്പിച്ചു. ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെയാണ്, രാജ്യത്തിന് കേരളം സമ്മാനിക്കുന്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സുകളൊക്കെ വെച്ചു. ഇത് പ്രധാനമായി ഈ കെടുകാര്യസ്ഥതയുടെ അനാസ്ഥയുടെയും ഉദാഹരണം മാത്രമല്ല. ആയിരക്കണക്കിന് ആളുകൾ തലചായ്ക്കുന്ന ഒരിടം തേടി കാത്തിരിക്കുമ്പോൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥ അനാസ്ഥയും മാത്രമല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ? ലക്ഷ്മി, ഏതായാലും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന അവകാശവാദം ഇത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ആണ് എന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു വീടിന് 50,000 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. പക്ഷേ അതുപോലും ഇപ്പോൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കൃത്യമായി ലൈഫ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കേന്ദ്ര വിഹിതം പോലും കൃത്യമായി നൽകുന്നില്ല. അതിനൊപ്പമാണ് സംസ്ഥാന വിഹിതവും നൽകാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരത്തെ ഹഡ്കോ വഴി വായ്പ നൽകിയിരുന്നു. ആ വായ്പയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇതോടുകൂടി പൂർണ്ണമായും ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ദൂർത്തൊക്കെ പലതവണയും ജനം TV അതിന്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ലൈഫ് പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പാക്കാൻ വേണ്ടി തന്നെ പ്രചരണത്തിനായി കോടികൾ ചെലവഴിച്ചതിന്റെ കണക്കുകളായിരുന്നു നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നത്. ഏതായാലും അതിന്റെ ഒരു ദോഷഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരാണ്. പലരും അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. അവർക്ക് കൃത്യമായി പണം ലഭിക്കുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം
കേന്ദ്ര സർക്കാർ പണം കൈമാറാത്തതല്ല, കേന്ദ്ര സർക്കാർ കൃത്യമായി എന്ന് പണം കൈമാറി എന്ന് ഈ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവാണ് കേന്ദ്ര സർക്കാർ പണം കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ നോഡൽ ഏജൻസിയായ കുടുംബശ്രീ പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ അതുപോലും പിന്നീട് 1.5 മാസത്തോളം എടുത്താണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ നടപ്പാക്കുന്നത്. പക്ഷേ ഇനി പണം ലഭിക്കണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും ലൈഫ് പദ്ധതി പ്രതിസന്ധിയിലാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ലക്ഷ്മി, രാജീവ്, നമുക്കറിയാം വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ കൂടി സമന്വയിപ്പിച്ച് ഇത്തരത്തിൽ ലൈഫ് മിഷന് കീഴിലാക്കിയിട്ടുണ്ട്. അതോടെ ഒരു ഭവന നിർമ്മാണ പദ്ധതിയും സംസ്ഥാനത്ത് നടക്കുന്നില്ല. ഇതെല്ലാം പൂർണ്ണമായും നിലച്ചൊരു അവസ്ഥയിലേക്ക് കൂടി ഇത് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയല്ലേ? പ്രതിപക്ഷം നേരത്തെ തന്നെ അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. തീർച്ചയായും പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ഒക്കെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസവും കടമെടുത്താണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടമെടുപ്പ് പരിധി അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇതിനിടെയാണ് ഇത് ഏതൊക്കെ പദ്ധതികളെ ബാധിക്കുന്നു എന്നതുകൂടി തെളിയുന്നത്. അതായത് സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പല പദ്ധതികളെയും ബാധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പണമില്ല. അതുപോലെ തന്നെ കാരുണ്യ പദ്ധതി മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയെയും ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങുന്നു എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഹഡ്കോ വഴി പോലും വായ്പ ലഭ്യമാക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വീട് എന്നൊരു ലക്ഷ്യവുമായാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുന്നുണ്ട്. മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണ്. അത് സംസ്ഥാന സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം നൽകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള യാതൊരു നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. ഇത് രണ്ടുമാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. മാത്രമല്ല രണ്ടാം ഗഡുവും മൂന്നാം ഗഡുവും ഒക്കെ പണം ലഭിക്കാത്ത ഒരു സാഹചര്യം പോലും സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും പ്രധാനം സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര വിഹിതം പോലും കൃത്യമായി ലഭ്യമാകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാജീവ്, 2024 മാർച്ച് അതോടെ 5 ലക്ഷം ഭവനങ്ങൾ എന്നുള്ള ഒരു പ്രഖ്യാപനം, അതിന്റെ പകുതി പോലും ഭവനങ്ങളുടെ പണി പൂർത്തിയായിട്ടില്ല. അതൊക്കെ അതിന്റെ ഒരു ബിഗർ പിക്ചറാണ്. അതിനപ്പുറത്തേക്ക് ഈ ലൈഫ് മിഷൻ അതിനെ വിശ്വസിച്ച്, ലൈഫ് പദ്ധതിയെ വിശ്വസിച്ച് വീട് പണി തുടങ്ങിയവരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന, ആത്മഹത്യ ചെയ്യുന്നതുമായ സംഭവങ്ങളും സംസ്ഥാനത്ത് സാധാരണയാണ്. എത്രയോ പേരാണ് പെരുവഴിയിലായിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയെ വിശ്വസിച്ച് വീട് പണി തുടങ്ങി വെച്ചവർ എന്നുള്ളവർ അങ്ങനെയും കൂടിയുണ്ട്. അവരുടെയൊക്കെ ജീവനും ഒക്കെ മനസ്സമാധാനത്തിനൊക്കെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതിന്റെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹവുമായാണ് ഈ ലൈഫ് പദ്ധതിയിൽ ഓരോരുത്തരും അപേക്ഷ നൽകുന്നത്. അതിനുശേഷമുള്ള കാത്തിരിപ്പാണ്. ഉടൻ തന്നെ പണം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പലരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം 4 ലക്ഷം രൂപയാണ് ഈ ലൈഫ് പദ്ധതി പ്രകാരം ആകെ അനുവദിക്കുന്നത്. അതിൽ തന്നെ 50,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റെതും ശേഷിക്കുന്നത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും നൽകുന്നതാണ്. പക്ഷേ ഈ 4 ലക്ഷം രൂപയാണെങ്കിൽ പോലും ചിലർ അതിൽ കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് സ്വന്തമായ ഒരു വീടെന്ന ആവശ്യം നിറവേറ്റാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ബാങ്കുകളിൽ നിന്നും മറ്റും കടമെടുത്തൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവർക്കാണ് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ വീഴ്ച വരുത്തുമ്പോൾ അവർക്ക് പണം ലഭ്യമാകാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഒരു വീടെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതാണ് ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഏതായാലും രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. അതിന്റെ മറവിലാണ് ഇപ്പോൾ ലൈഫ് പദ്ധതിക്ക് പണം സർക്കാർ അനുവദിക്കാതിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രീതിയിലുള്ള പ്രതിസന്ധി തുറന്നു കാട്ടപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും, ഇതെങ്ങനെ പരിഹരിക്കാം എന്ന തരത്തിലുള്ള യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇതൊരുപക്ഷെ തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന്, ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അതുപോലെ തന്നെ ജനപ്രിയ പദ്ധതികൾ മുടങ്ങിയതുമാണ് തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തൽ CPM-ൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനുള്ളത്. അവിടെ ഈ ലൈഫ് പദ്ധതി മുടങ്ങുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നിലവിൽ CPM-ന്റെ കീഴ്ഘടകങ്ങൾ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. മാം, ഈ ലൈഫ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണവും സംസ്ഥാനം യഥാസമയം കൈമാറുന്നില്ല. 2 മാസം വരെ കൈമാറുന്നില്ല. കൃത്യമായ പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കൈമാറുന്നില്ല. ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത് വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ധൂർത്തിന് വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും. എന്തായാലും ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒടുവിലായി വരുന്ന റിസൾട്ട് എന്നുള്ളതാണ്. മാം എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സാഹചര്യത്തെ? ഗവൺമെന്റ് എങ്ങനെയാണ് ഈ പദ്ധതിയെ കാണുന്നത് എന്നതിന്റെ തെളിവാണല്ലോ അതിന് ലൈഫ് പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്നത്.
അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇട്ട പേരാണ് ലൈഫ് പദ്ധതി എന്ന്. അപ്പോ ഈ വീടില്ലാത്തവർക്ക് വീട് എന്നത് ജീവിതം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു സർക്കാർ. അങ്ങനെയുള്ള ഒരു സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രവിഹിതം, ഓഫ് കോഴ്സ് കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവഴിക്കുന്നതിന്റെ പകുതി പോലും വരുന്നില്ല എന്നത് സത്യമാണ്. എങ്കിൽ പോലും ചെലവഴിക്കുന്ന തുക ആ പർപ്പസിന് വേണ്ടി, ആ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ CAG റിപ്പോർട്ട് നോക്കിയാൽ മതി. CAG റിപ്പോർട്ട് അവസാനം പുറത്തുവെച്ച റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഈ വകമാറ്റി ചെലവഴിക്കല് ഒരു വലിയ പ്രതിഭാസമായി തീർന്നിരിക്കുകയാണ്. അഥവാ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ് വകമാറ്റി ചെലവഴിക്കല്. അപ്പൊ ലൈഫ് പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം വേറെ ഏതെങ്കിലും പദ്ധതികൾക്ക് വേണ്ടി എടുത്ത് ചെലവഴിക്കുന്നു. അത് പ്രയോറിറ്റി ഉള്ള പദ്ധതി ആയിരിക്കണമെന്നില്ല, പക്ഷെ സർക്കാരിന്റെ നോട്ടത്തിൽ അതായിരിക്കും പ്രയോറിറ്റി ഉള്ള പദ്ധതി. അങ്ങനെയാണ് വകമാറ്റല്. അപ്പം ഒട്ടുമിക്ക അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് കിട്ടുന്ന ഗ്രാന്റ് കഴിഞ്ഞ 2023-24 വർഷം കിട്ടേണ്ടിയിരുന്ന 800 കോടിയിലധികം ഗ്രാന്റിന്റെ ആദ്യ ഗഡു വന്നത് വകമാറ്റി ചെലവഴിച്ചു. അപ്പൊ വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാല് അതിന്റെ റെസീറ്റ് പോലും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പ്രയോജനപ്പെടുത്തി എന്ന് പറഞ്ഞുള്ള റെസീറ്റ് സെൻട്രൽ ഗവൺമെന്റിൽ എത്തില്ല. അത് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അത് ചെലവഴിച്ചു എന്ന് പറഞ്ഞ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രം പോരാ, അത് ശരിയാണ് എന്ന് CAG ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടി കേന്ദ്രത്തിൽ എത്തണം അടുത്ത ഗഡു കിട്ടണമെങ്കിൽ. പക്ഷെ ആദ്യത്തെ ഗഡു തന്നെ വകമാറ്റി ചെലവഴിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയില്ല എന്നതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു കിട്ടിയത് പോലുമില്ല. അത് തന്നെ ഈ ലൈഫ് പദ്ധതിയിലും സംഭവിച്ചേക്കാം. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് തന്നെ ലൈഫ് പദ്ധതി വെറുതെ കിടക്കുകയാണ്. എത്രയോ പേരുടെ കണ്ണീരാണ് ഓരോ ചാനലുകളും നമ്മളെ കാണിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീട് കാരണം കൊണ്ടുണ്ടാവുന്ന സ്ത്രീകൾ തന്നെയുള്ള വീടുകള്. അത് മാത്രമാണോ? നമ്മുടെ സംസ്ഥാനം ഒരു കുപ്രസിദ്ധ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയപ്പെട്ട ഗുണ്ടാ വിളയാട്ടം, അതായത് മദ്യപന്മാരുടെയും മയക്കുമരുന്ന് സേവകരുടെയും ലഹരി മരുന്ന് സേവകരുടെയും ഒക്കെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് താമസിക്കാൻ വയ്യാത്ത. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു അടച്ചുറപ്പുള്ള വീട് എന്ന് പ്രാർത്ഥിച്ച് കണ്ണീരോടെ കഴിയുന്ന മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം പോലും പൂർത്തിയാക്കാനാകാത്ത രീതിയിൽ ആ ഫണ്ടും വകമാറ്റുന്നു. ഏറ്റവും വലിയൊരു ക്രിമിനൽ മൈൻഡ് ആയിരിക്കണം ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വരുന്ന തുച്ഛമായ തുക പോലും വകമാറ്റി മറ്റു മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്നത്. ഇതിനൊക്കെ എതിരെ ജനശബ്ദം ഉയരണം. ആ ജനശബ്ദം തൽക്കാലം ഉയരേണ്ടത് ചാനലുകളിലൂടെ തന്നെയാണ്. അത് കഴിഞ്ഞാല് വോട്ട് വരുമ്പോ, അതായത് ഇലക്ഷൻ വരുമ്പോ ജനം കാണിച്ചു കൊടുക്കണം ജനം ആരുടെ കൂടെയാണ്, ആര് ചെയ്യുന്നതാണ് ശരി, ആര് ചെയ്യുന്നതാണ് തെറ്റ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. രാജ്യവത് ശ്രീമതി മേരി ജോർജ് പറഞ്ഞതുപോലെയാണ്, ഇത് വകമാറ്റി ചെലവഴിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് തടിതപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി ഇതൊക്കെ തന്നെ തുടരുകയും ചെയ്യും എന്നുള്ളതാണ്. അതിൽ ജനശബ്ദം കൃത്യമായി ഉയരണം എന്നുള്ളതാണ് ശ്രീമതി മേരി ജോർജ് പറഞ്ഞു വെക്കുന്നത്. ലക്ഷ്മി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നുണ്ട്. ആ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെലവഴിച്ചതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് എന്തിനാണ് ആ പണം ചെലവഴിച്ചത് എന്നതിന്റെ കൃത്യമായ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് നൽകണം. എങ്കിൽ മാത്രമേ രണ്ടാം ഗഡു പണം കേന്ദ്ര സർക്കാരിന് അനുവദിക്കാൻ കഴിയൂ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സാങ്കേതികമായി അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കേന്ദ്ര സർക്കാരിന് പണം നൽകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ലൈഫ് പദ്ധതി മുടങ്ങുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതി മുടങ്ങുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പണം നൽകാത്തതുകൊണ്ടാണ് പദ്ധതി മുടങ്ങുന്നത് എന്ന ഒരു പ്രചരണം സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നുണ്ട്. അത് ലൈഫ് പദ്ധതിക്കായാലും മറ്റ് പദ്ധതികൾക്കായാലും, കാരുണ്യ പദ്ധതിക്ക് പോലും കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കുടിശ്ശിക വരുത്തിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ രീതിയിലാണ് മറ്റ് പദ്ധതികളുടെ കാര്യവും കൃത്യമായി കേന്ദ്ര സർക്കാർ പണം കൈമാറുന്നുണ്ട്. പിന്നീട് എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പണം വകമാറ്റുന്നു. അതിനുശേഷം ഇതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് ഈ പദ്ധതികൾക്ക് പണം ലഭ്യമാകാത്തത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
കേന്ദ്ര സർക്കാർ കൃത്യമായി പണം നൽകുന്നു. ഇതിനുശേഷം 2 മാസം കഴിഞ്ഞാണ് ആ പണം നിലവിൽ സംസ്ഥാന സർക്കാർ തിരിച്ച് കൈമാറുന്നത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിഹിതം നൽകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകേണ്ട വിഹിതം, അതുമായി ബന്ധപ്പെട്ട് വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകിക്കൊണ്ടായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ ഹഡ്കോ വഴി അത്തരം വായ്പകൾ പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിലവിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ വായ്പ പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യം വരുന്നത്. അതോടുകൂടി ലൈഫിനെ പൂർണ്ണമായി ഇത് ബാധിച്ചിരിക്കുകയാണ്. ലക്ഷ്മി.